ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് ഒരു സമിതിയോ അതിന്റെ കമ്മിറ്റിയുടെ പഠനത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് സർക്കാർ ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥത ഇല്ലാന്നതാണ് തന്നെയാണ് കാണിക്കുന്നത്. ഗവൺമെന്റിനെ ഈ സമരത്തെ, തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തെ, അതിജീവന സമരത്തെ പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഈ 233 രൂപ അടിയന്തരമായി വർദ്ധിപ്പിച്ചേ പറ്റുകയുള്ളൂ. വിരമിക്കുന്ന ആശമാർക്ക് അവർക്ക് മാന്യമായ ഒരു റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ആശാ വർക്കർമാർ നടത്തുന്ന ഈ സമരം ഈ കേരളത്തിലെ മുഴുവൻ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. നമസ്കാരം. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 3-ാം ദിവസം പിന്നിടുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയോട് ഇവിടെ പറഞ്ഞ് നാളെ രാവിലെ ഈ സമരയാത്ര മലപ്പുറം ജില്ലയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതേസമയം ഇന്ന് സർക്കാർ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമിതിയെ, ഈ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ സമിതിക്ക് 3 മാസം സമയപരിധിയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ സമിതിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ആശാ വർക്കർമാരുടെ സമര നായികമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു സമിതിയെ നിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 3 മാസമാണ് അവർക്ക് പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയുന്നത്? കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഗവൺമെന്റിന്റെ ഭാഗത്ത് വെച്ചത്. അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് ഒരു സമിതിയോ അതിന്റെ കമ്മിറ്റിയുടെ പഠനത്തിന്റെ ആവശ്യമില്ല. കാരണം ഇക്കാലം അത്രയും 1000 രൂപയായിരുന്ന ഓണറേറിയം 7000 രൂപയാക്കിയത് ഈ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെ വർദ്ധിപ്പിച്ചത് ഒന്നും തന്നെ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരുന്നില്ല. അതുകൊണ്ട് വളരെ നിസ്സാരം അത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഒരു 3000 രൂപ എങ്കിലും പ്രതിദിനം 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ആ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടില്ല. ഒരു സമിതിയെ വെച്ചുകൊണ്ട് ഇവിടെ ഒരു തീരുമാനം വരുമ്പോഴേക്കും അവസാനം എന്ത് സംഭവിച്ചു വെച്ചാൽ 1.5 മാസം മുമ്പ് നടന്ന മീറ്റിംഗിലാണ് ഈ സമിതിയെ വെച്ചത്. സമിതി വെക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ സമിതി ഇപ്പോഴാണ് രൂപപ്പെട്ടിരിക്കുന്നതായി രേഖകൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് സർക്കാർ ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥത ഇല്ലാന്നുള്ളതാണ് തന്നെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 3 മാസം എന്നുള്ള സമിതിയുടെ കാലാവധി ഞങ്ങൾ 1 മാസമായിട്ട് ചുരുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർഡർ വരുമ്പോൾ അങ്ങനെ 1 മാസമായിട്ട് ചുരുക്കിയിട്ടില്ല. അപ്പം പറയുന്നതൊന്നും വസ്തുതയല്ല, സത്യസന്ധമായിട്ടല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ ഈ സമരത്തെ, തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തെ, അതിജീവന സമരത്തെ പരിഹരിക്കുവാൻ ഈ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ സമിതിയുടെ രൂപീകരണത്തിൽ വളരെയധികം സംശയമുണ്ട്. ഇത് വെറുതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. മറ്റൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി കഴിഞ്ഞ മാസം ഒരാൾ ഫയൽ ചെയ്യുകയുണ്ടായി. അന്ന് ആ കേസ് ഹൈക്കോടതിയിൽ ആ കേസ് പരിഗണിക്കവേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഞങ്ങളൊരു സമിതി രൂപീകരിക്കുന്നുണ്ട്, ഞങ്ങളൊരു സമിതി രൂപീകരിച്ച് അടിയന്തരമായി ഇതിന്റെ പ്രവർത്തനം നടത്താൻ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആ പ്രവർത്തനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി ആ ഹർജി ജൂൺ 6 മാറ്റിയത്. അപ്പോൾ അവിടെ കോടതിയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിനകത്ത് പഠിക്കാനൊന്നുമില്ല. കേരളത്തിലെ മുഴുവൻ ആളുകളും ഒറ്റ ശ്വാസത്തിൽ പറയുകയാണ്, ഈ 233 രൂപ അടിയന്തരമായി വർദ്ധിപ്പിച്ചേ പറ്റുകയുള്ളൂ. വിരമിക്കുന്ന ആശമാർക്ക് അവർക്ക് മാന്യമായ ഒരു റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. നികുതി കൊടുക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങളുടെ നികുതിപ്പണം എടുത്ത ആശാ വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവർ പണിയെടുത്തിട്ട് കൂലി ചോദിക്കുമ്പോൾ അത് നൽകുന്നില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് 95 ദിവസം പിന്നിടുകയാണ് സമരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 95 ദിവസം പിന്നിടുന്നു. ആശാ വർക്കർമാരുടെ അതിജീവന സമരയാത്ര അത് ഇന്ന് 11-ാം ദിവസമാണ്. ഇപ്പോൾ വീണ്ടും 3 മാസത്തെ കുടിശ്ശികയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ളത്? കുടിശ്ശിക നൽകാൻ ഏതെങ്കിലും സമിതി പഠിക്കണോ? പണിയെടുത്തിട്ട് മാസങ്ങളോളം കൂലി കൊടുക്കാതിരിക്കുകയും അത് ചോദിക്കുമ്പോൾ തരാതിരിക്കുകയും ചെയ്യുന്നതിന് ഈ സമിതിയെ വെച്ച് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. ഇത് സമിതി വെച്ച് പഠിക്കേണ്ടുന്ന ഗഹനമായ വിഷയമൊന്നുമല്ല. പണി ചെയ്താൽ കൂലി കൊടുക്കണം എന്നുള്ള തികച്ചും ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ലളിതമായ വിഷയം മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു സമരയാത്ര ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം? സത്യത്തിൽ വളരെ അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിൽ ജനങ്ങളുടെ ഒരു ഐക്യം രൂപപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ മനുഷ്യരും ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ ഈ പോയ ഇടങ്ങളിലെല്ലാം പറഞ്ഞത്, ഞങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ സമരത്തോടൊപ്പമാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ നിങ്ങൾ മഴ നനയുമ്പോൾ ഞങ്ങൾ ഇവിടെ മഴ നനയുന്ന ഒരു ഫീലാണ് അവർക്കുള്ളത്.
ഇവിടെ മഴ പെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും ഞങ്ങൾ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഈ സമരത്തോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സഞ്ചരിക്കുന്നു, പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ആളുകൾ. ഇന്ന് പണിയെടുത്താൽ ജീവിക്കാൻ പറ്റാത്ത, എത്ര വരുമാനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ജീവിക്കാൻ പറ്റാത്ത അത്രയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരം ഈ കേരളത്തിലെ മുഴുവൻ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അത് ആശാവർക്കർമാരുടെ മാത്രമല്ല, പണിയെടുത്ത് ജീവിക്കുന്ന എല്ലാ മേഖലയിലും പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ ഒരു ആശാകേന്ദ്രമായി സമരം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്തുണ എന്ന് പറഞ്ഞത് വർദ്ധിച്ച പിന്തുണ. ഉച്ച വെയിലത്ത് പോലും ആളുകൾ കാത്തുനിന്ന് ഈ യാത്രയെ സ്വീകരിക്കുകയും യാത്രയക്കുകയും ചെയ്യുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ച കാണുക. ഇപ്പൊ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ചേച്ചിയെ അടക്കം വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ച എളമരം കരീമിന്റെ നാടാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം അത് ഞാൻ പറഞ്ഞു, വളരെ അത്ഭുതകരമാണ്. എളമരം കരീമിന്റെ പ്രസ്താവനയെ ലോകത്തൊരാളും അംഗീകരിക്കുന്നില്ല. പറഞ്ഞ അവരെ തന്നെ ആളുകൾ പുച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത്തരം ആക്ഷേപങ്ങളെ അധിക്ഷേപങ്ങളെ ഞങ്ങൾ വ്യക്തിപരമായി എടുത്തിട്ടില്ല. അത് കേരളത്തിലെ സ്ത്രീകളോട് നടത്തി, അല്ലെങ്കിൽ തൊഴിലാളികൾ അവകാശം ചോദിക്കുന്ന തൊഴിലാളിയെ ആക്ഷേപിക്കാൻ വേണ്ടി നടത്തുന്ന അത്തരം പരാമർശങ്ങളെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ്, പ്രത്യേകിച്ച് തൊഴിലാളികൾ പുച്ഛിച്ചു തള്ളുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറയുന്നില്ല. അത് അവരുടെ സംസ്കാരം. അവരിന്ന് അദാനിയുടെ പാർട്ണറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ യൂസഫ് അലിയെ അംബാസഡറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു തൊഴിലാളിക്കും ചെന്ന് ഒരു മന്ത്രിയെയും കാണാൻ പറ്റില്ല. അവിടെ എല്ലാം വലിയ വിലക്കുകളാണ്. സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തേക്ക് പോകാൻ വിലക്കുകളാണ്. തൊഴിലാളികൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇതുപോലുള്ള മുതലാളിമാർക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളായി ഭരണകേന്ദ്രങ്ങളും പാർട്ടി ഓഫീസുകളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെയാണ്.